ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കോഴിക്കോട് സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, അപ്പോൾ വോയിസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മളുടെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാടൊക്കെ കളഞ്ഞിട്ട് ആ കോഴിക്കോടിന് ഫുള്ള് ചുറ്റും കാടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാത്തവരൊന്ന് പോയി ഒന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് സംഭവം എന്താണ്, ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ തൂണൊക്കെ നാട്ടാനാണ് പ്ലാൻ. അപ്പോൾ വലയൊക്കെ കെട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പഴയ പെര പൊളിച്ചപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് മറ്റേ ഈ തൂണ് പോലത്തെ, അതായത് നമ്മുടെ ഈ കട്ടിലയുടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഞാൻ ഫ്രണ്ടിൽ മുറ്റത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ സ്പേസായിട്ട് ഞാൻ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓലയൊക്കെ അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോഴിക്കോട് ഇപ്പം അങ്ങോട്ട് നീക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ കോഴിക്കോടിൻ്റെ തൊട്ട് മേലെയാണ് നമ്മളുടെ ഈ തെങ്ങ് നിൽക്കുന്നത്. അപ്പം അതിന് നിറച്ച് തേങ്ങയും അതുപോലെ ഓലയൊക്കെ വീണ് കോഴിക്കോട് പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. ഓടിട്ട കോഴിക്കോടല്ലായിരുന്നു, മരത്തിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് അങ്ങോട്ട് നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഓലയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. മറ്റേ അതിനകത്തൊരു തടി പോലത്തെ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം അങ്ങോട്ട് നീക്കി വെച്ച്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫുള്ള് കാടൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോട് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാനാണ് പ്ലാൻ. അപ്പം ഇവിടെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നമുക്ക് വല കൊടുക്കാനായിട്ടാണ് പ്ലാനിങ്. അപ്പോൾ ഇത് റംബുട്ടാൻ്റെ മരമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ റംബുട്ടാൻ്റെ മരത്തിൽ നമുക്ക് നമ്മുടെ കോഴിക്കോടിൻ്റെ വലയ്ക്കുള്ളിലാക്കണം. അപ്പോൾ ഈ ഒരു ജസ്റ്റ് സെറ്റപ്പ് പോലെയൊക്കെ ഞാൻ നേരത്തെ ആദ്യത്തെ കോഴിക്കോട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നമ്മുടെ കോഴിക്കുട്ടികളെ ഇടാനും മറ്റേ നമ്മുടെ വലിയ കോഴി ഇടാനായിരുന്നു നമ്മുടെ മരത്തിൻ്റെ കോഴിക്കോട്. അപ്പോൾ ഈ ഒരു ചേമ്പ് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത കേട്ടോ. നമ്മൾ തോരൻ വെക്കാനൊക്കെ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ വർഷത്തെ നമ്മളുടെ ചാമ്പയ്ക്ക പൂത്തിട്ടുണ്ട്. 2 ചാമ്പയ്ക്ക ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതിൽ. അപ്പോൾ നമ്മളുടെ കോഴിക്കോടിൻ്റെ തൂണ് നാട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് കുഴി എടുക്കുന്നുണ്ട് കേട്ടോ. കുഴി എടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ പണ്ടത്തെ കമ്പി വെച്ചാണ് ഞാൻ കുഴി കുത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ ഉണക്കായതുകൊണ്ട് മണ്ണ് ഉറച്ച് കിടക്കുകയാണ്. എന്നാലും നമുക്ക് ഇളക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ കറുത്ത മണ്ണായിട്ട് നമുക്ക് കുറച്ചൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ല, നേരത്തെ ഇവിടെ തൂണ് കുഴിച്ചിട്ടായിട്ടുണ്ട്, പെട്ടെന്ന് എളുപ്പം നമുക്ക് കുഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് കുഴിയൊക്കെ എടുക്കുന്നുണ്ട്. കുഴി കുറച്ച് നല്ലപോലെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തൂണ് നിൽക്കത്തില്ല. കാരണം പട്ടികയല്ലേ. അപ്പം പട്ടികയല്ല, നമ്മുടെ കട്ടിലയുടെയൊക്കെ പോലത്തെ തൂണുകളില്ലേ. അപ്പോൾ അത് നിൽക്കണമെങ്കിൽ കുറച്ച് താഴ്ത്തി നമുക്ക് കുഴി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുഴിയെല്ലാം എടുത്ത് കഴിഞ്ഞ് അങ്ങനെ തൂണൊക്കെ നാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് ഒരു സൈഡിൽ ഞാൻ നമ്മളുടെ ചീനിയുടെ ഒരു തണ്ടാണ് വെച്ചേക്കണം. അപ്പം ചീനിയുടെ തണ്ട് വെച്ചേക്കുന്നത് വെച്ചാൽ നമുക്കിത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് തന്നെ ചീനി കിളുത്ത് വരികയും ചെയ്യും. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് പോകത്തുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരു തൂണിനെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി, അപ്പോൾ അതാണ് ഞാനിവിടെ അങ്ങനെ 3 തൂൺ അങ്ങനെ ചീനിയുടെ എടുക്കാൻ വേണ്ടി വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മരത്തിൻ്റെ നേരെയാണ് അതായത് റംബുട്ടാൻ്റെ മരത്തിൻ്റെ നേരെ ഇവിടെ ആയിട്ടാണ് നമ്മൾ അടുത്ത ഒരു തൂണ് നാട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ റംബുട്ടാൻ്റെ മരം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു തൂണ് നാട്ടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ അതായത് നമുക്ക് റംബുത്താൻ്റെ ആ ഒരു വശം നമുക്ക് ഒരു തൂണായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തൊരു തൂണ് നാട്ടാനായിട്ട് ആ റംബുട്ടാൻ്റെ നേരെ നമ്മളൊരു ലെവൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത തൂണില്ല, അതിനൊരു ലെവൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 11 മണി സമയത്ത് 10 മണി 11 മണി സമയത്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. അതാണ് ഈ മുഖത്തോട്ടൊക്കെ ഫുള്ള് വെയിലടിക്കണേ. പിന്നെ അതുപോലെ ആ ഒരു സൈഡ് മൊത്തം കുറേ കല്ലുകൾ കിടക്കുകയാണ്. കല്ലുകൾ കിടക്കുകയെന്ന് വെച്ചാൽ ഇത് നേരത്തെ നമ്മളുടെ കോഴിക്കോടിൻ്റെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കരിങ്കോഴി ഇടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയത്. അപ്പോൾ ആ ഒരു കല്ലൊക്കെ എടുത്തിട്ടാണ് മാറ്റുന്നത്. മൊത്തമൊന്നും കല്ലെടുത്ത് മാറ്റുന്നില്ല, കാരണം നമുക്ക് അവിടെ തന്നെ ആ ചുറ്റിന് തൂണ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് അവിടെ തന്നെ സെറ്റ് ചെയ്യാമല്ലോ. ഒത്തിട്ട് ഞാൻ കുറച്ച് കല്ലെടുത്ത് മാറ്റി നമ്മുടെ ആ കുഴി ഒന്ന് കുഴിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ഞാൻ കുഴിക്കുന്നുണ്ട്. അവിടെയും കുഴിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കമ്പി വെച്ചാണ് കുഴിക്കണം. അപ്പോൾ ഈ കമ്പി വെച്ച് കുഴിക്കുമ്പോൾ നമുക്ക് എളുപ്പം കുഴി പെട്ടെന്ന് താന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു കൈക്കോട്ട് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് എടുത്തിട്ട് ആ മണ്ണ് സൈഡിലേക്ക് മാറ്റിയിടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ കുഴിയിൽ തന്നെ മണ്ണ് നീക്കിയിടാമല്ലോ. അപ്പോൾ ഈ ഒരു കുഴിയിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ചീനിക്കമ്പിൻ്റെ അത് തന്നെയാണ് വെക്കുന്നത്. നല്ലൊരു ചീനിക്കമ്പിൻ്റെ, അതായത് ആരോഗ്യമില്ലാത്ത ചീനിക്കമ്പല്ല, നല്ലൊരു ചീനിക്കമ്പ് തന്നെയാണ് ഞാൻ കുഴിച്ചിടുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ ഇത് കിളുത്ത് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് കിളുത്തിങ് വരും. അപ്പോൾ പിന്നെ അതൊരു തൂണായിട്ട് നിൽക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ കോഴിക്കുട്ടികൾക്ക് അതൊരു തണലായിട്ട് നമ്മുടെ ചീനിയുടെ കൊമ്പ് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം അതുദ്ദേശിച്ചാണ് ഞാൻ ഈ ചീനിക്കമ്പ് 2-3 സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തൂണ് തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ കഴുക്കോലില്ലേ, അതായത് കട്ടള പോലത്തേക്ക്, അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം മൊത്തം ഇങ്ങനെ ചീനിക്കമ്പ് കുഴിച്ചിട്ട് ബലം കിട്ടത്തില്ല.
പിന്നെ അതായത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചീനിക്കമ്പിൻ്റെ അവിടെ സൈഡിലെല്ലാം മണ്ണ് മൂട്ടിയിടുകയാണ്. മണ്ണ് മൂട്ടിയിട്ടിട്ട് ഞാൻ നല്ലപോലെ ഉറപ്പിക്കുന്നുണ്ട്. പിന്നെ അടിയിലോട്ട് അധികം കല്ലിടാത്തതുകൊണ്ട് വേരുകൾ പോവുകയും ചെയ്യും. പിന്നെ ഇത് ചീനിക്കമ്പ് അങ്ങനെ ഉണങ്ങിയൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്താൽ, കാരണം ഇപ്പോൾ നല്ല ഉണക്കല്ലേ. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന സൈഡിൽ തന്നെ കാണാൻ പറ്റും, നല്ല വെയിലാണ് കാണുന്നത്. അതുകൊണ്ട് ബാക്കി ചീനിക്കമ്പൊക്കെ നമ്മൾ പുറയിൽ മാറ്റി ആ ഒരു ചെറിയൊരു തണലില്ല, എന്നാലും നമ്മൾ ആ ചെറിയൊരു മരച്ചില്ലിൻ്റെ ഇടയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ വർഷം അടുത്ത ചീനിക്കമ്പ് ഇടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി മാറ്റിയിട്ടാണ്. അതാണ് ഞാൻ ഈ ഒരു ഭാഗമെല്ലാം നല്ലപോലെ മണ്ണ് മാറ്റിയിട്ട് ഫുള്ള് ഞാൻ സെറ്റപ്പാക്കി വെക്കുന്നുണ്ട് ആ ഒരു തൂണ്. അല്ലെങ്കിൽ നല്ലപോലെ ബലത്തിൽ താഴ്ത്തിയില്ലെങ്കിൽ ആ തൂണ് ഇളകി പോകാൻ സാധ്യതയുണ്ട്. കാരണം ചീനിക്കമ്പായിട്ട് പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോളും. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ട് സൈഡിലൊന്നും കൊടുത്തത് അങ്ങ് വേറെ അങ്ങ് പൊയ്ക്കോളും. പിന്നെ ഇവിടെ മൊത്തം എന്താണ് പറയുക, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ കാല് വെച്ചേക്കുന്ന ഇവിടെ മൊത്തം പൊടിക്കല്ലുകളാണ്. കല്ലുകൾ വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത ആ സെറ്റപ്പ് കോഴിക്കോടിൻ്റെ ആണ് കാണുന്നതിൽ. പിന്നെ എന്താണ് പറയുക, പിന്നെ ഞാൻ ആ ഒരു കമ്പ് അങ്ങനെ കുഴിച്ചങ്ങനെ ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ ബാക്കിൽ കാണുന്ന കേട്ടോ നമ്മളുടെ കിണറെന്ന് പറയുന്നത്, അവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അതുപോലെ ഉണക്കാകുമ്പോൾ നമുക്ക് കുറച്ച് പറ്റും, പിന്നെ നമുക്ക് കുടിക്കാനേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളെ ആവശ്യത്തിന് തൊട്ടപ്പുറത്തെ വീടുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ അതാണ് കിണർ കാണുന്നത്. പിന്നെ ഈ കോഴിക്കുട്ടികളുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കത്തില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പൈപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാറ് ആവശ്യങ്ങൾക്കൊക്കെ. പിന്നെ എന്താ പറയുക, നമ്മൾ കുടിക്കാൻ മാത്രമേ നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു തൂണ് നാട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, അതിൻ്റെ ചുവട്ടിലൊക്കെ 2-3 കല്ലെടുത്ത് വെക്കുന്നുണ്ട്. കല്ലെടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ എടുത്ത് വെക്കുക വെച്ചാൽ ആ കല്ലുകൾ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ എന്തായാലും അതിനകത്തു നിന്നൊന്ന് ജസ്റ്റ് എന്തായാലും ക്ലീൻ ആക്കേണ്ടി വരും. കല്ലുകളെല്ലാം ഒന്ന് കൂട്ടി ക്ലീനാക്കുമല്ല, മാറ്റി അങ്ങോട്ട് നീക്കേണ്ടി വരും. കാരണം കണ്ടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ കോഴിക്കോടിൻ്റെ കല്ലുകളാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ഒരു 3 കാന്താരിക്കൊല്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് കളയുന്നില്ല, കാരണം കോഴിക്കോട് വെച്ചിട്ട് അത് അവിടെ നിന്നോളൂ. അപ്പം നമുക്ക് കൊല്ല പിടിക്കുകയാണെങ്കിൽ കാന്താരി എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇനി 2 തൂണും നാട്ടണം. അതുപോലെ നമ്മുടെ കോഴിക്കൂട് ഇങ്ങോട്ട് നീക്കുകയും വേണം, മരത്തിൻ്റെ കൂട് ഇങ്ങോട്ട് നീക്കുകയും വേണം. ഇനി ഇപ്പോൾ അടുത്തൊരു തൂണ് നാട്ടാൻ പോകണേ, ഞാൻ ഇവിടെ ഒരു തൂണ് നാട്ടണം, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു തൂണ് നാട്ടണം. അങ്ങനെ ഈ ഒരു തൂണ് നാട്ടി ഇങ്ങനെ ഇപ്പോൾ ചീനിക്കുമ്പോൾ നട്ടില്ല, ആ ഒരു ലെവലിൽ ഇങ്ങോട്ട് പിടിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗൈസ്, നമ്മൾ അടുത്ത തൂണും നാട്ടേണ്ട കുഴിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തൂണെല്ലാം നാട്ടിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.